കണ്ണൂർ താഴെ ചൊവ്വ ആറ്റടപ്പ മുട്ടോളം പാറയിലാണ് ഇങ്ങനെ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ പാർശ്വഭിത്തി തകർന്നു വീണ ഒരു വീടിൻ്റെ മുൻഭാഗം അങ്ങനെ പൂർണ്ണമായും തകർന്നു വീണിരിക്കുന്നത്. അല്പം മുമ്പായിരുന്നു ഈ സംഭവം. ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഈ വീടിന് അരികിൽ വരെ ഈ മണ്ണെടുത്തിരുന്നു. വലിയ ഏതാണ്ട് 35 അടിയോളം താഴ്ചയുണ്ട്. എന്നാൽ ഇത് സിമെൻ്റ് ഇട്ട് നിർമ്മാണ പ്രവർത്തനമൊക്കെ തന്നെ നടക്കുകയായിരുന്നു. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ 3-4 ദിവസം മുൻപ് തന്നെ ഈ വീട്ടുകാർ ഇവിടെ നിന്നും, കാരണം വീടിനുള്ളിൽ വിള്ളലുകളൊക്കെ തന്നെ രൂപപ്പെട്ടതിനെ തുടർന്ന് അവരവിടെ നിന്നും സ്ഥലം മാറി മറ്റൊരു വാടക വീട്ടിലേക്ക് പോയി. നേരത്തെ തഹസിൽദാരൊക്കെ ഇവിടെ എത്തി ഇടപെടലൊക്കെ നടത്തിയിരുന്നു. ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. കാരണം ആ സമയത്ത് വീട്ടിൽ ആരും തന്നെ ഇല്ലാതിരുന്നു എന്നത് വലിയ ആശ്വാസം തന്നെയാണ്. ഇലക്ട്രിക് പോസ്റ്റൊക്കെ തന്നെ തകർന്നു വീണിട്ടുണ്ട്. അതൊരു റോഡാണ്. ആ വീടിന് തൊട്ട് മുൻപിൽ കൂടെ റോഡുണ്ടായിരുന്നു. ആ റോഡും തകർന്നു വീണിട്ടുണ്ട്. ഈ കനത്ത മഴ, ഇന്ന് ഏതായാലും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ പ്രദേശത്ത് വിള്ളലുകളൊക്കെ രൂപപ്പെട്ടതാണ്. ചേട്ടാ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നല്ല മഴേൻ്റെ ഇതിൽ വന്നതാണ്. പിന്നെ അടി കംപ്ലീറ്റ് ചെവിടി മണ്ണാണ്. പിന്നെ അങ്ങ് മുകളിലെ ഭാഗത്തുനിന്ന് കംപ്ലീറ്റ് വെള്ളപ്പറക്കുന്ന വെള്ളം കംപ്ലീറ്റ് ശക്തമായ വെള്ളം ഇവിടെയാണ് വന്ന് വീഴുന്നത്. അതിലാണ് ഇത് ഇടിയാനുള്ള മെയിൻ കാരണം. ആ വെള്ളത്തിനെ പാസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ മഴയിൽ നമ്മൾ പറഞ്ഞതാണ്. അവർ ചെയ്തിട്ടില്ല. അതിനുശേഷം അതിനുശേഷം ഈ വിള്ളൽ വീണതിന് ശേഷമാണ് അവർ കോൺക്രീറ്റ് ചെയ്ത് അവിടെ മതിൽ പോലെ കെട്ടി വെള്ളത്തിന് അങ്ങോട്ടേക്ക് വിട്ടത്. പിന്നെ കൂടുതലായിട്ട് വെള്ളം ഇവിടെ വന്ന് വീഴുന്നു അതിൽ സംഭവിച്ചത്. പിന്നെ